ജോണി ചേട്ടാ നമസ്കാരം. ജോണി ചേട്ടാ അന്ന് പറയാറുണ്ട് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമയാണ്. കേരളത്തിലെ ഓരോ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട് തന്നെയായിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെയാണ് തിയേറ്ററിൽ അതുപോലെ നല്ല നല്ല റിസൾട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും കാണാനായിട്ട് പോലും ഫോണ് കെട്ടിപ്പിടിച്ച് ഉറങ്ങേണ്ടി വരുന്ന മാതാപിതാക്കളുടെയും ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒരു കാലത്താണ് ഇപ്പൊ ജീവിക്കുന്നത്. ഇത് സമൂഹത്തിൽ ഒരു വെല്ലുവിളിയായി മാറി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റാതെ പുറം രാജ്യത്ത് ജീവിക്കാൻ വരുന്ന ഒരു തലമുറയുടെ കഥ കൂടെയാണ് ഇത്. ഇങ്ങനെ സബ്ജക്ട് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഇത് പുറത്ത് കൊണ്ടുവരണം എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നോ ഈ സബ്ജക്ട് കേട്ടപ്പോൾ? ഈ ക്യാരക്ടറിലൂടെ എനിക്ക് തന്നെ ഈ മെസ്സേജ് കൊടുക്കണം എന്ന് തോന്നിയായിരുന്നു? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാനതിനകത്തൊരു ടൂളല്ലേ. നമ്മളിപ്പോ എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നിർമ്മാതാക്കളുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള നിർമ്മാതാക്കളുണ്ട്, ഒരു സംവിധായകനുണ്ട്, ഒരു എഴുത്തുകാരനുണ്ട്. അപ്പൊ ഈ റോള് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ ചെയ്യുന്നുണ്ട്? നല്ല റോളല്ലേ, ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ ചെയ്ത റോളാണ്, ഇഷ്ടപ്പെട്ട് ചെയ്ത റോളാണ്. എനിക്കൊന്നും എത്രയും എൻ്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് റോളാണ്. അപ്പൊ അത് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതിനകത്ത് പിന്നെ മുന്നും നോക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോ ഇതിനകത്ത് ഈ റോളല്ല വേറെ റോളാണെങ്കിലും ഞാൻ ചെയ്യും. ചേട്ടൻ എപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണോ അതോ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കൊണ്ടാണോ? ഇത് നമ്മൾ പണ്ട് മുതലേ ഞാൻ പറഞ്ഞു, ഓരോ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒന്നോ രണ്ടോ ഗൾഫുകാര് അല്ലെങ്കിൽ ഇടയ്ക്ക് എല്ലാ പഞ്ചായത്തിൽ രണ്ടുപേരൊക്കെ ആയിരിക്കും അമേരിക്കയിലുള്ളത്. ഇല്ല വളരെ കുറച്ച് ഒന്നോ രണ്ടോ പേര് ജർമ്മൻ നേഴ്സുമാരാണ് ശരിക്കും പറഞ്ഞത് അങ്ങോട്ട് കൂടുതലായിട്ട് യൂറോപ്പിലേക്കൊക്കെ. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സഹോദരിമാർ ഒരുപാട് പേര് നേഴ്സിംഗ് സർവീസ് നന്നായി ചെയ്ത് അങ്ങനെ പോയി. പിന്നെ കല്യാണം കഴിച്ച് വിടുന്ന ആളുകളും പോയി. അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നു. അപ്പം ഒരുപാട് പിന്നീട് ഓരോ വർഷം കഴിയുന്നതോറും ആളുകളുടെ എണ്ണം കൂടി തുടങ്ങി. അപ്പം കൂടുതലും ശമ്പളം, നല്ല സാലറി കിട്ടുന്നു, നല്ല ഒരു പ്രത്യേകതരം സ്ഥലങ്ങള്. അപ്പൊ അതിന്റെ ഒരു സുഖം കൊതിയും നോക്കിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. ഇതിനകത്ത് പോയത് 80% സക്സസ് ആയിട്ടുമുണ്ട്. ഇതിനൊന്നും കുറച്ച് കാണുകയല്ല. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നൊരു കാലം വന്നേക്കാം. ഇതിനു വേണ്ടിയൊക്കെ നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം, കൊതിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്ത് ചെയ്യണം തോന്നിയൊരു പ്രചോദനം എന്താണ്? കാരണം കൊമേഴ്ഷ്യൽ കോമഡി ആയിട്ടുള്ള ഇങ്ങനെ സീരിയസ് ആയിട്ട് സബ്ജക്ട് ഇതിലൂടെ ഇത് പറയണം തോന്നിയ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? തീർച്ചയായിട്ടും നാടിനുള്ള സ്നേഹം ഭയങ്കരമാണ്. അപ്പൊ ഒരു ഗുണ്ട ചെയ്യുമ്പോഴത്തെ ഒരു ഹ്യൂമർ സിനിമയായിട്ട് അടുത്തൊരു സബ്ജക്ട് കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ പ്രൊജക്റ്റിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ഇപ്പൊ ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടില്ല, എൻ്റെ വീട്ടിൽ 6 പേര് UK അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യമല്ല. ഞാൻ അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങള്. പക്ഷെ ഇപ്പൊ അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അവരെങ്ങനെ പോവാൻ തീരുമാനിച്ചപ്പോ ഇവർക്കൊക്കെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പല പല ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞാണ്. കാര്യം ഫാമിലിയായിട്ട് അത്രയും ബോണ്ടാണ്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് എന്നാലും എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ ജീവിച്ചാൽ പോലെ എന്ന് ചോദിക്കണം. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം, എൻ്റെ അച്ഛന് 70 വയസ്സായി, അല്ലെങ്കിൽ അമ്മയ്ക്കും ഏകദേശം അടുത്തത്ര വയസ്സായി, അത്യാവശ്യം അസുഖമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ സന്തോഷവും ഇതൊക്കെ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വരുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഞാൻ അപ്പുറത്തെ വീട്ടിലൊരാളെ വിളിച്ചിട്ട് അവിടുന്ന് കാനഡയിൽ നിന്നോ UK നിന്ന് വിളിച്ചിട്ട് ആരെങ്കിലും കൊണ്ടുപോകുന്ന പറയുക എന്നുള്ളൊരു അവസ്ഥ പല ആൾക്കാരും പല വീട്ടിലും. ഞാൻ പണ്ട് വെഡിങ് വീഡിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ഫ്യൂണറൽ എടുക്കാൻ പോവാം. അപ്പൊ ഞാൻ ഈ ഫ്യൂണറൽ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ പോണത് കൂടുതലും അമേരിക്കയിലും കാനഡയിലേക്കുള്ള ആൾക്കാർക്ക് അവരുടെ അപ്പൻ്റെ അമ്മയുടെയും മരണം ശവാടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതൊരു വല്ലാത്തൊരവസ്ഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് നേരിട്ടുള്ളപ്പോൾ അത് കാണാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ. പക്ഷെ ഓക്കെ, ശരിയാണ്, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അത് രക്ഷപ്പെട്ടവരുണ്ട്, അതല്ലെങ്കിൽ അത് നമ്മുടെ നാടിന് ഗുണമുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ഇപ്പോ നമുക്ക് നമ്മുടെ നാട്ടിലെ ചില അവസരങ്ങൾ നോക്കാതെ, നമ്മൾ ഈ പടത്തിൽ ഒരിക്കലും പുറത്തോട്ട് ആൾക്കാർ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. അത് എടുത്തു പറയുകയാണ്, ഒരിക്കലും പറയാനുള്ള നിങ്ങളാരും പുറത്തോട്ട് പോവല്ലേ എന്നല്ല പറഞ്ഞത്. നമ്മൾ പുറത്തോട്ട് പോകാനൊക്കെ ചിന്തിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യണം, അതിനുവേണ്ടി ട്രൈ ചെയ്യണം. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെല്ലാം ഈസി ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടിനെ അതിജീവിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ആൾക്കാരുടെ കൂടെ അപ്പൻ്റെ
കൂടെ താമസിക്കാൻ പറ്റിയ അതൊരു വേറൊരു സുഖമാണ്. അതിപ്പോ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പലരും പുറത്തോട്ട് പോകാനൊക്കെ തോന്നുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. നമ്മൾ അങ്ങനെയാണ് സിനിമയിൽ പറഞ്ഞത്. അപ്പൊ അത് തന്നെയാണ് എൻ്റെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള എൻ്റെ ഒരു ആഗ്രഹം. അത് തന്നെയായിരുന്നു. ഓക്കെ, ഇങ്ങനെ നിൽക്കാം, ഞാൻ എന്തായാലും പുറത്തോട്ട് പോകില്ല. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമയിൽ കൂടി പറയാൻ സാധിച്ചത്. പിന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ടും കാണുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ പുറത്തോട്ട് പോവല്ലേ എന്നൊരിക്കലും നമ്മൾ പറയത്തില്ല. എല്ലാവരും ഇഷ്ടമാണ്, ചോയ്സാണ്. ഇപ്പൊ നിങ്ങൾക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ പോവാം, ഇവിടെ നിൽക്കേണ്ടവർക്ക് നിൽക്കാം. പക്ഷെ എപ്പോഴും ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഒക്കെ നമുക്ക് അഭിമാനമാണ്. അപ്പൊ നമ്മുടെ നാട്ടില് എന്തുകൊണ്ട് അവര് ഇങ്ങോട്ട് വന്നുകൂടാ? ഇപ്പൊ ജോണിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ച് നാളെ കഴിയുമ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്താലേ നടക്കുള്ളൂ. നമ്മുടെ ബ്രാൻഡ് അവർ യൂസ് ചെയ്യണം എന്നുള്ളൊരു എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനെ ഒരിക്കലും നടക്കില്ലായിരിക്കാം, പക്ഷെ സ്വപ്നം കാണാമല്ലോ. അപ്പൊ ആ തോട്ടിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടായത്. ഇതിനേക്കാൾ ഇമോഷണൽ ആയിട്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് ഞങ്ങളുടെ വീഡിയോ കാണിക്കില്ലേ എന്ന് പറഞ്ഞ കുറച്ച് വീഡിയോകളുണ്ട്. ഇതിലും ഇപ്പൊ ഇന്നലെ ഞാൻ വനിത വിനിതയിൽ പോയ സമയത്ത് ഒരു 90% ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾ ക്ലൈമാക്സ് കണ്ടാണല്ലോ. അപ്പൊ ആ ഷോട്ടായപ്പോ കൈ അടിച്ചപ്പോ ഞങ്ങള് സാരംഗി മൊബൈലിലൊക്കെ വീഡിയോ എടുക്കുന്നതായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ആന്റി അവിടെ നിന്ന് നടന്നു വന്നിട്ട്, അപ്പൊ നമ്മൾ പുറത്തോട്ട് പോകാനാണ്. പക്ഷെ അവർ വന്നപ്പോൾ അവരിങ്ങനെ തലയിറങ്ങി വീഴാൻ പോണ അവസ്ഥയിലാണ് എന്നെ മൂസയും വന്ന് പിടിച്ചിട്ട് അവർ പൊട്ടിക്കറിഞ്ഞിട്ട്. എനിക്ക് വേറെ ആരും പറയാത്തൊരു കമന്റ് അവർ പറഞ്ഞു. ബാക്കി എല്ലാവരും പറഞ്ഞ എന്റെ മോനെ പുറത്തോട്ട് വിട്ടു, വിഷമായി, ഇനി ഇവിടെ നിൽക്കണ്ട ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അവരെന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്റെ മകന്റെ ഇഷ്ടം അല്ലെങ്കിൽ അവന്റെ ആഗ്രഹം ഞാൻ അവന്റെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അമ്മ. അതാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമ. അതായത് പുറത്തോട്ട് പോകണതോ അകത്തോട്ട് പോകണോ അതൊന്നല്ല. എന്റെ മകന്റെ ആഗ്രഹം എനിക്ക് ഇതുവരെ ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്റെ മോശയുടെ മേത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ അമ്മ കരഞ്ഞ് കുറച്ച് അവർക്ക് തലയിറങ്ങി എന്ന് പറയും. അപ്പൊ അങ്ങനെ കുറെ നമ്മൾ വീഡിയോ കാണിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇത് നമുക്ക് നെഞ്ചി തൊട്ട് പറയാൻ പറ്റും, ഇത് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പറയിപ്പിച്ച വീഡിയോസ് അല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരും അല്ലെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കാൻ വന്ന പിള്ളേരുടെ അടുത്ത് വെച്ചറിയാം, അവര് കണ്ടിട്ട് ഇമോഷൻ ആയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഈ ഓഡിയൻസിലേക്ക് സിനിമ എത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷെ ഇത് കൂടുതൽ എത്താനുണ്ട്. കാര്യം അറിയാലോ, ഫാമിലി ഓഡിയൻസ് വന്ന് ഒരു ടൈം എടുക്കും. അതിനാണ് നിങ്ങളുടെ സപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കും. ചോദിക്കാം. തിയേറ്ററിൽ വലിയൊരു വിജയമായി മാറിയില്ല. പക്ഷെ അത് OTT-യിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിജയം കണ്ട ഒരു സിനിമയാണ് കൽബ്. രഞ്ജിത്തിന്റെ അതേപോലെ തന്നെ ഒരു അവസ്ഥയിലെ ശരിക്കും പറഞ്ഞാൽ അതിൽ കുറച്ചും കൂടി മൂവ്മെന്റ് ഇപ്പം നമ്മുടെ UK വന്നിട്ടുണ്ട്. എങ്കിൽ പോലും തിയേറ്ററിൽ വലിയൊരു ഇടിച്ചു കയറ്റം വരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു OTT വരട്ടെ എന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ? അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടില്ല. അതിന്റെ കാരണം വെച്ചാൽ ഒരു ഇടിച്ച് തല്ലി കയറേണ്ട പോലത്തെ ഒരു സിനിമയല്ല നമ്മുടെ കയ്യിൽ. ഇപ്പൊ ഒരു മാസോ അല്ലെങ്കിൽ ഒരു അറിയാലോ, ഇപ്പൊ ഈ സിനിമ കണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫാമിലി യൂത്ത് ഫാമിലി എന്റർടൈൻമെന്റ് എന്നുള്ളതാണ്. അപ്പൊ ഒരു ഇടിച്ചു തല്ലി കയറി കാണുന്ന പടമല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ May 23 റിലീസ് വെച്ചിട്ട് ഒരുപാട് സിനിമകളുടെ ഇടയിൽ വന്ന് മഴ വന്ന് അതിന്റെ ഇടയിൽ നമ്മൾ തലേ ദിവസം ബുക്ക് മൈ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വേണ്ടാന്ന് തീരുമാനം എടുത്തത്. നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ ഓഡിയൻസിലേക്ക് എത്താൻ, ഫാമിലി ഓഡിയൻസിലേക്ക് എത്താനായിട്ട് നമുക്ക് അതുപോലത്തെ സ്ലോട്ട് വേണം. അതുപോലത്തെ സ്ലോട്ട് കിട്ടി. നല്ല നിങ്ങൾക്കറിയാം, നമുക്ക് ആ ഇറങ്ങിയ അന്ന് മുതൽ നമ്മുടെ പ്രതികരണങ്ങൾ പ്രേക്ഷകന്റെ ഇപ്പൊ 100 പേര് ഇരുന്നാൽ 80 പേർക്ക് സിനിമ ഇഷ്ടാവുള്ളൂ. അതാണ് നമുക്കറിയാം. ആ ബാക്കിയുള്ള 20 പേര് ചിലപ്പോൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവും. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സാണ്. പക്ഷെ നമ്മൾ ആ 80 പേരാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ആൾക്കാര് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഓഡിയൻസ് ഈ മഴ അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ വരാനൊരു സമയം എടുക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ നമുക്ക് എനിക്കൊന്ന് ചൊവ്വ മുതൽ വേണം നമ്മൾ കുറച്ചൊരു ഡൗൺ ആയി ഞങ്ങൾ ചെറിയതായിട്ട് ടെൻഷൻ. പക്ഷേ ഫ്രൈഡേ നമ്മൾ പിന്നെയും കയറി, ഇന്ന് ഇപ്പൊ സാറ്റർഡേ പിന്നെയും കയറി. അപ്പൊ അത് ആ ആൾക്കാർ എത്താനൊരു സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും OTT സിനിമയാണ്, ഇതൊരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ മറ്റുള്ള രഞ്ജിത്തിന്റെ എല്ലാ സിനിമയും നമ്മളെ സംബന്ധിച്ച് അറിയാം, തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി വേണം നമ്മളെയാണ്. അത് പിന്നെ മാർക്കറ്റ് ചെയ്യാനും അതിനൊക്കെ ചില സാഹചര്യം മോശമായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പൊ രഞ്ജിത്ത് നാട്ടിലില്ല. അയാള് ഹാഫിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അയാളുടെ ഡേറ്റ്സുകൾ മാറ്റി വെച്ചാൽ നമ്മുടെ പടത്തിനുണ്ട്. പക്ഷെ ഒരു മാസം നമ്മുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ അയാൾക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം. പക്ഷെ എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ഒരു ടെൻഷനിലാണ്. അവിടെ നമ്മുടെ യുദ്ധം നടന്ന സമയത്ത് അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഇനി മാറ്റി വയ്ക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുപോലെയുള്ള മാർക്കറ്റിങ്ങിൽ ഞങ്ങൾക്ക് ഇറങ്ങാനാവുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചില തിരക്കുണ്ട്. നമ്മൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, തിയേറ്ററിസ്റ്റും കാര്യങ്ങളും. പക്ഷെ സ്റ്റിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ മൗത്ത് പബ്ലിസിറ്റി കയറും. അതിന് തിയേറ്ററിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഒക്കെ നല്ല സപ്പോർട്ട് വേണം. അതൊക്കെ പ്രൊഡ്യൂസേഴ്സ് സംസാരിക്കുന്നുണ്ട്. ഓക്കെ.
ഒരുപക്ഷെ ഇപ്പം മനോജ് കെജന്റെ ക്യാരക്ടർ, അതായത് മുഖ്യമന്ത്രിനെ കാണാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ അത്രയേറെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്, അത് ഇവിടെ നിന്നല്ല എല്ലാ രാജ്യത്തും എല്ലാ ഭരണകൂടത്തിലും എല്ലാം കാണുന്നതാണ്. എങ്കിൽ പോലും ഈ മാറിയ കാലത്തിലും അതിനൊരു മാറ്റമില്ലാതെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇതിനെ ആ ഒരു എന്താ ഒരു സബ്ജക്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്? കാരണം ഇപ്പൊ പോസിറ്റീവ് മാത്രമല്ലല്ലോ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ വരാറുള്ളത്, പല സ്ഥലത്തു നിന്ന് നെഗറ്റീവ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നോ? കാരണം ചില സ്ഥലത്തുനിന്ന് പ്രതികരണം അങ്ങനെ ഒരു, അതായത് മുഖ്യമന്ത്രിയെ കാണാൻ ഇത്ര ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവരുടെ അനുകൂലികൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ അത്ര വലിയ പാടാണെന്ന് വെച്ചാൽ ചിലപ്പോ ഒന്നാമത് നമ്മളെല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ സംഘടനകളിലൊക്കെ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ ഇരിക്കുന്നത് ആ പാർട്ടിയിലെ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ നമ്മൾ ആ പാർട്ടിയായിട്ട് കുറച്ച് കൂടുതൽ നമുക്ക് ഹെൽപ്പ് ആവും ഒന്ന് കാണാൻ വേണ്ടി. അപ്പൊ നമുക്ക് മുഖ്യമന്ത്രിനെ കാണണം നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഇതിലൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ, അതിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ ഇതിലൊന്നും ഇല്ലാത്ത ഒരാള് ഒരു ദിവസം എനിക്ക് മുഖ്യമന്ത്രിയെ കാണണം, വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് അവരെ കാണണം എന്നല്ലേ ഉദ്ദേശിച്ചത്. അയാൾക്ക് പറയാൻ എന്തോ ഉണ്ടെങ്കിൽ, അയാൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെയോ ഇവിടുത്തെ സിസ്റ്റത്തിന് കുഴപ്പമില്ല. കാരണം 3.25 കോടി ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് ഈ 3.25 കോടി ജനങ്ങൾ ഒരു ദിവസം മുഖ്യമന്ത്രിനെ കാണുന്ന പറഞ്ഞാൽ അദ്ദേഹം വിട്ടുപോകും, നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരു എന്റർടൈൻമെന്റ്, സിനിമയായിട്ട് കാണണം എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആ നായകൻ അത്രയും എഫർട്ട് എടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാലേ ഉള്ളൂ ആ ഒരു സിനിമ ഇമോഷണലി കണക്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു ഭാഗം കൂടിയാണത്. അത് സിനിമയായിട്ട് കാണുക. പിന്നെ ഞാൻ പറഞ്ഞു സാധാരണക്കാരന്റെ ബുദ്ധി ഒരു ഒന്നിലും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് കാണണമെങ്കിൽ അത്ര എളുപ്പമാണോ എന്ന് വെച്ചാൽ എനിക്കത് കറക്റ്റ് അറിയത്തില്ല. അതിന് ഓൺലൈൻ നമുക്ക് പരാതികൾ കൊടുക്കാം. ശരിക്കും അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. എല്ലാവരും മുഖ്യമന്ത്രി അടുത്ത് നേരിട്ട് പോയി പരാതി പറയില്ല, അത് വർക്കൗട്ടല്ല, അവരുടെയും തെറ്റല്ല. പക്ഷെ സിനിമയിൽ കാണിക്കുമ്പോൾ നമ്മളൊരു ഹീറോ സംസാരിക്കുമ്പോൾ CM ആയിട്ടെങ്കിലും സംസാരിച്ചാലാണ് നമ്മൾ ഇത്രയും വലിയ ഇഷ്യൂ നമ്മൾ സംസാരിക്കണം. അത് കേവലം താഴെയുള്ള ഒരാളത്ത് സംസാരിച്ചിട്ട് അങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക്കിനൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ബോധപൂർവ്വം ഞാനത് അങ്ങനെ ചെയ്തു. അതൊരിക്കലും നെഗറ്റീവായിട്ടൊന്നുമല്ല. കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരും ഈ സിനിമ കണ്ടിട്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു കമന്റ് നമ്മളത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ജോൺ ചേട്ടാ, ജോൺ ചേട്ടന്റെ അഭിനയത്തില് ശരിക്കും പറഞ്ഞ ജോൺ ചേട്ടന്റെ അഭിനയത്തില് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു എന്താ പറയാ, നമുക്കൊരു അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ UK-ലുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉദാഹരണമായിട്ട് കാണിക്കാനായിട്ട്, അതായത് മകൻ എല്ലാ പ്രാവശ്യവും തോറ്റു തുന്നമ്പാടി വരുന്ന ആള് ജയിച്ചു എന്നറിയുന്ന ആ നിമിഷം കാണിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് എത്രത്തോളം ഒരു അപ്പന് എത്രത്തോളം കാണിക്കാൻ പറ്റുന്ന അതിന്റെ 10 ഇരട്ടി ജോൺ ചേട്ടൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ജോൺ ചേട്ടൻ്റെതായിട്ട് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. എന്തായിരുന്നു ആ ഒരു അനുഭവം? കാരണം വെച്ചാൽ ഇത്രയും ഡീപ്പായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എന്തായിരുന്നു? മെയിനായിട്ടും ഈ പറഞ്ഞ നമ്മുടെ അപ്പനും അമ്മയും ഉണ്ട്, അവർ മരിച്ചുപോയി. അവരുടെ വിഷമം ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരന്മാരൊക്കെ ഇപ്പം വലിയ ഈ പറഞ്ഞ ഇതുപോലുള്ള പിള്ളേരുള്ള എൻ്റെ ചേട്ടൻ, എൻ്റെ പെങ്ങന്മാര്, എൻ്റെ ചുറ്റുപാടുകൾ, ഞാൻ ഒരു അപ്പനാണ്. അപ്പൊ നമ്മള് ഇതെല്ലാം കാണുന്നത് ഈ വിഷമങ്ങളും ഇല്ലായ്മയും നമ്മള് ഒരു മക്കളൊരു ആഗ്രഹം പറയുന്നത് എന്ത് സ്ട്രെയിൻ എടുത്ത് നമ്മൾ സാധിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തും നമ്മൾ ചെയ്യും. അപ്പൊ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അരുൺ എന്നോട് ഈ സിനിമ ചെയ്യുമ്പോൾ 2 സീൻ എന്നോട് പറഞ്ഞിരുന്നു. ഒന്ന് ഈ ജയിച്ചിട്ടിങ്ങനെ വരുന്ന ഒരു പരിപാടി കാണിച്ചിട്ട് അതൊരു നമ്മൾ എന്നെ നോക്കാം, നമുക്കത് തരും, ആ സമയത്ത് നമുക്ക് ഇതാവുമെന്ന് പറഞ്ഞു. പിന്നെ ഈ വൈഫ് വീഡിയോ കോൾ വരുമല്ലോ, ആ സീൻ ഞാൻ കേട്ടിട്ട് അതിൻ്റെയോടുള്ള, കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ കോള് വരുന്നു. ഈ 2 സീനാണ് അരുൺ പറഞ്ഞു വിളിച്ചിട്ട് വന്നു. ആദ്യത്തെ അരുണ് ഞാൻ വെള്ളി എടുക്കുന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കോള് വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ട് മുന്നേക്കുന്നതിനാണ് നോക്കിയിട്ട് അങ്ങനെ ഒരു സാധനം വെക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഹാപ്പി നല്ല കട്ട് ചെയ്ത് പറഞ്ഞാൽ അച്ഛനെ കാണിക്കുന്നത്, അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോഴൊന്നും ധൈര്യമായി ഇത് എന്നുള്ളൊരു സംഭവം. പിന്നെ മറ്റൊരു സിനിമ ഈ പറഞ്ഞത് ഞാൻ ഉൾക്കൊണ്ട് നമുക്ക് വരണമല്ലോ. പിന്നെ എനിക്ക് സങ്കടങ്ങളെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സങ്കടപ്പെടാൻ എനിക്ക് ഭയങ്കര പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ചിരിപ്പിക്കാൻ മോശമൊന്നും ആയിട്ടല്ല, പക്ഷെ എനിക്ക് ചിരിന്റെ ഉള്ളിൽ ചിരിയേക്കാൾ കൂടുതൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും സങ്കടം തന്നെയായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാര് സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു.
അപ്പൊ അത് ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണു നിറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ആ സീനിനെ അശ്വിൻ ഗോക്കിനെ പോലുള്ളവർ വളരെ നിശ്ചിതമായിട്ട് എന്താ പറയാ കീറി മുറിച്ച് ആ എന്താ ആ വ്യക്തിയിലേക്ക് തന്നെ കടന്നു കയറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തത്, റിവ്യൂ ചെയ്തത്. ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്ത് ഏത് അശ്വിൻ ഗോപിന് പറയാൻ പറ്റും. അതിലും പൊട്ടിക്കറി നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെ? അതിലും ഭ്രാന്തമായ അവസ്ഥയിൽ കണ്ടിട്ടില്ലേ? പിന്നെ അശ്വിൻ ഗോക്കാണ് തീരുമാനിക്കുന്ന ഒരു മനുഷ്യന്റെ വികാരം. ആളതിനെ തേച്ചൊട്ടിക്കായിരിക്കും, ഒന്നും എനിക്ക് പ്രശ്നമല്ല. അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവ് കിടക്കുന്ന ആള്. അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അളവ് നല്ലതല്ല അയാൾക്ക്. കാരണം അസത്യമാണ് പറയുന്നത്. ആ കുട്ടിയുടെ പെർഫോമൻസ് ഉണ്ട്, ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ. ആ പെർഫോമൻസിൽ ഈ സിനിമയില്ല. അങ്ങനല്ലാതെ എങ്ങനെ പെർഫോം ചെയ്യുക? അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടും ഒന്നുമില്ലാതെ നശിച്ചു പോയ കുട്ടി, ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ അവാർഡ് കിട്ടി, അവാർഡ് കിട്ടി ഒരു സിനിമയ്ക്ക്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി. അല്ലാതെ അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റിംഗിന്റെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആ ജമന്തി തോട്ടം അത് റിയൽ ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിരുന്നു എന്നുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അത് വെച്ചൊരു മാർക്കറ്റിംഗ് ചെയ്യാതിരുന്നത്? അല്ലാതെ ക്ലൈമാക്സ് അല്ലേ. ഒന്ന് നമ്മളത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടിയ ഒരു ദിവസം തന്നെ അവിടുത്തെ ലൊക്കേഷൻ ഉൾപ്പെടെ ഭയങ്കര ഒരു ഇതാണ്. പിന്നെ അത്ര ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കറക്റ്റ് വന്ന സമയത്ത് ഈ പൂക്കൾ 4 ദിവസം നിൽക്കത്തുള്ളൂ, മാക്സിമം 3 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇതായി പോകും, ആ ഫ്രഷ്നെസ് പോകും. നമുക്ക് അതുപോലെ തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് അതെ, അത് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടിയ ഇതാണ്. പിന്നെ നമ്മള് ഒരു സ്ഥലം ഇത്ര ദിവസത്തേക്ക് അത് ലീസിന് എടുത്തിട്ട് ആ സമയത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് എടുത്ത് അങ്ങനെ കുറെ ഇത് ബുദ്ധിമുട്ടിയാണ്. പിന്നെ അത് ക്ലൈമാക്സിന്റെ പഞ്ചായത്ത് ആദ്യം തന്നെ അത് കാണിച്ച് അത് ഒരിക്കലും മാർക്കറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ആൾക്കാർ കണ്ടു തുടങ്ങി, ഇപ്പൊ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അത് അങ്ങനെ ഒരു സസ്പെൻസ് ആയി വെച്ചത്. ചേട്ടാ ഈ സബ്ജക്ട് ചേട്ടാ ഈ സബ്ജക്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അതിപ്പം ഇഷ്ടങ്ങൾക്ക് കുറെ പോയിട്ട് കുറെ നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ നഷ്ടത്തിലും കുറെ സന്തോഷം കണ്ടെത്താൻ കുറെ പേരുടെ ജീവിതം തന്നെ അത് കാണിക്കുന്നുണ്ട്. അതിലൊരാൾ അങ്ങനെ ഒരു ജീവിതമാണ് ചേട്ടന്റെ ജീവിതം തന്നെ അത് കാണിക്കുന്നത്. കഷ്ടപ്പെട്ടാൽ കൺസ്പോട്ട് കിട്ടും. അതെ, അല്ലെങ്കിൽ നമ്മള് ഏതെങ്കിലും ചരിത്രത്തിൽ ഒരു ഏടായിട്ട് മാറും. കഷ്ടപ്പെടാൻ നമുക്ക് ഇങ്ങനെ പറ്റും. നമ്മുടെ അല്ലെ, കഷ്ടപ്പെടാതെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി കിട്ടില്ല. ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ ജോജുവിന്റെ കാര്യങ്ങൾ പലതും ജോജു പറഞ്ഞു. ഇങ്ങനെ 10-20 വർഷം നടന്നതിന് ഇപ്പോൾ ജോജുവിന്റെ ഒരു യാത്രയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോ പുള്ളി ഇപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് മാറി. കമൽ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപാട് നല്ല രീതിയിൽ പ്രശംസിക്കുന്നു. അപ്പൊ പുള്ളിയോട് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയതുകൊണ്ടാണ് ഓരോ പ്രൊഫഷനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ സിസ്റ്റവും അതനുസരിച്ച് എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവുള്ള സിസ്റ്റമാണ്. നമ്മുടെ ഇവിടെ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, മൊത്തം ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും നൂലാമാലകളും പ്രശ്നങ്ങളും നമ്മൾ എത്രയോ ആൾക്കാരെ നമ്മളിപ്പോ വിജിലൻസ് പൊക്കുന്നു, ഇവിടെ പൊക്കുന്നു, ഇവിടെ പൊക്കുന്നു, എത്രയോ പേര് നമ്മൾ കാണുന്നു. ലക്ഷക്കണക്കിന് കൈക്കൂലി വാങ്ങിച്ച് നമ്മൾ കാണും. അപ്പൊ ഇങ്ങനെയുള്ളവര് തന്നെ നമ്മൾ പലയിടത്തും വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇഷ്ടപ്പെട്ടത് നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പെട്ട് നടക്കും. ചിലർക്ക് അതിന് ഭാഗ്യം ദൈവം കൊടുക്കും, ചിലർക്ക് അത് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വിജയം ഒരിക്കും തന്നെയാണ്. നമ്മൾ ഷെയർബോട്ട് ഓടുന്ന 10 സെക്കൻഡിന് താഴെയുള്ള സമയം നമ്മൾ കാണുന്നു. അദ്ദേഹം എടുക്കുന്ന പ്രയത്നം ആണ് അദ്ദേഹത്തെ ലോക ചാമ്പ്യൻ ആക്കുന്നത്. കാരണം ഏറ്റവും ചുരുങ്ങിയ വാക്കിലേക്ക് പറയാൻ പറ്റും. അതിനകത്ത് ഒരു നല്ല കൃഷിക്കാരനായിട്ടാണ് കൃഷിയിലൂടെ ശരിക്കും പറഞ്ഞ ഒരു ജീവിതം നിലനിർത്താൻ പറ്റും, ഒരു കുടുംബം നോക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അതിനിടയ്ക്കും ഈ പറഞ്ഞ പോലെ പുതിയൊരാള് വരുമ്പോൾ അവരനുഭവിക്കേണ്ടതായ രീതിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ചെറിയൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ
ബുദ്ധിമുട്ട് എന്തൊക്കെ തരത്തിൽ വരുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ സിനിമ ചർച്ച ചെയ്യണം. ഇതിപ്പോ അരുൺ വൈകി കാണിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീനിയേട്ടൻ പണ്ട് വൃത്തിക്ക് വരവേൽപ്പിൽ കാണിച്ചിട്ടുണ്ട്, വെള്ളാനാളുടെ നാടിൽ കാണിച്ചിട്ടുണ്ട്, ദാക്ഷാണി ബിസ്ക്കറ്റ്, വെള്ളാനാളുടെ നാട്, മിഥുനം മറ്റേ വരവേൽപ്പും വെള്ളാനാളുടെ നാടും വരവേൽപ്പ് അല്ലെ, 3 പടങ്ങളും ഇത് തന്നെയാണ്. ശ്രീനിയേട്ടന്റെ സ്ക്രിപ്റ്റുകളൊക്കെ അന്നുള്ളത് തന്നെയാണ്. ഇന്നും വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ വന്നതായിട്ട് തോന്നുന്നില്ല. മാറിയാൽ നല്ലത്. അപ്പൊ തന്നെ നമ്മള് നിങ്ങളെല്ലാം വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് ഒരു 10-15 കാറിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 10 കാറിൽ 2-3 കാറുകൾ പ്രായമുള്ളവരാണ് ഓടിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് ഇവർക്ക് മക്കൾ എവിടെയാണ്. പലരുടെയും നമുക്ക് പരിചയമുള്ള പല ആൾക്കാരുടെയും മക്കളും അല്ലെന്നുണ്ടെങ്കിൽ അനുബന്ധപ്പെട്ട റിലേറ്റീവ്സൊക്കെ കുറെ പേര് ജർമ്മനി, കുറെ പേര് UK, ഗൾഫ്, മികച്ച സാമ്പത്തിക വ്യവസ്ഥ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം. അതല്ലാതെ നമ്മൾ ഇവിടെ കുറച്ച് സംരംഭങ്ങൾ തുടങ്ങാൻ ഗവൺമെന്റ് ബാക്കി എല്ലാവരും കുറച്ച് പിടിവാശികളും കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. ജോലിച്ചേട്ടാ ഇപ്പം അപ്പൻ റോളുകൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് പറഞ്ഞു. ആ ഒരു സ്ഥാനത്ത് നിന്നിട്ട് കേരളത്തിലെ യുവാക്കൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? ഇങ്ങനെ പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറത്തു പോയാൽ രക്ഷപ്പെടും എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. എവിടെ ആയാലും ഹാർഡ് വർക്ക് ചെയ്യുക. എന്തിനാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി ഉണ്ടാവും? നമ്മൾ എന്തിനാ പോകുന്നത്? അതിനെ എയിം വെച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ എത്തിപ്പെടാൻ പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അല്ല, കാരണം ഇപ്പൊ എല്ലാരും ഇപ്പം എഞ്ചിനീയർ ആയാലും ഇന്ന പോലെ, ഡോക്ടർ ആയ ഇന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ബേസിക്കലി എല്ലാവരും വെളിയിലോട്ട് പോകുന്ന നാട്ടിലെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും. ഇപ്പം ഒരു ജോലിക്ക് കയറിയാൽ മാക്സിമം പോയാൽ 10-30 രൂപ കഷ്ടിച്ച് കിട്ടും. പക്ഷെ പുറത്ത് പോയാൽ ചിലപ്പം 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം ഫാമിലിയുടെ കാര്യങ്ങൾ തന്നെ മാറും. പക്ഷെ അവരത് തിരിച്ചു വരാറില്ല. അവിടെ തന്നെ സെറ്റിൽ ആവുക, അവിടെ തന്നെ ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ളൊരു ലെവലിലേക്കാണ് പോകുന്നത്. അപ്പം ഇനിയുള്ള തലമുറയായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും ഉണ്ടാവത്തില്ല എന്നൊരു മെസ്സേജ് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെയല്ലേ കേരളം ഫേസ് ചെയ്യുന്നത്? കേരളം, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടുന്ന് അവിടെ പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പൊ ഒരു കുട്ടി അവിടെ നേഴ്സാണ്. അവൾ ഇവിടുത്തെ ഒരു കൊള്ളാവുന്ന IT-കാരനെ ഒരു കല്യാണം കഴിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ പോയി പെർമനന്റ് വിസയാവും, അവർക്ക് വീടാവും, സിറ്റിസൺ ആവും. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു വീട് മേടിക്കും. പിന്നെ ആ വീട് ലോൺ അടച്ചു തരുന്ന മിനിമം ഒരു 55 വയസ്സാവും. അപ്പോഴേക്കും 3-4 പിള്ളേരൊക്കെ ആവും. അവരുടെ പഠിപ്പേന് പിന്നെ 2 പേരെ പറ്റുമെങ്കിൽ വീട്ടിൽ കൊണ്ട് വല്യമ്മച്ചനെയും വല്യമ്മനെ കൊണ്ടൊക്കെ ആക്കും. അപ്പോൾ അവർക്കും ഒരു അവസാനം ആരംഭി കുട്ടി കൊണ്ട് സ്കൂളിൽ വിടുക. ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു സൈക്കിളിങ്ങാണ് നടക്കുന്നത്. അത് നമുക്കൊരിക്കലും എന്താ പറയുക, നമ്മുടെ ഇതായി പോയി. അത് ആസ്വദിക്കുന്നവരുണ്ടാകും. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും പേർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതിനോട് അതാണ് പറഞ്ഞ ആ രീതിയിലേക്ക് നമ്മുടെ മൊത്തത്തിൽ കാര്യങ്ങൾ വളരണം. ആ രീതിയിലേക്കുള്ള വളർച്ചയിലേക്ക് നമ്മുടെ നാട് എത്തണം. അതിനുള്ള യാത്രയിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എത്തിയാൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഇവിടെ വിട്ട് പോകണമെന്ന് എന്തായാലും നമ്മൾ നാട് വിട്ടു പോയി ഇവിടെ ഒന്നും വേണ്ട, ശരിയാവില്ല. ഞാൻ ആരും പോകുന്നവരുണ്ടല്ല. അവിടെ ചെന്നാലും ബെറ്റർ സൗകര്യം, നല്ല സാലറി. നമ്മൾ ഒരാൾ പോയി പണ്ടൊക്കെ പറഞ്ഞാൽ ഒരു ഗൾഫിലേക്ക് ഒരാൾ പോകുമ്പോൾ 2-3 പെങ്ങന്മാരുണ്ടാവും. അവരെ കെട്ടിച്ചേക്കണം, അനിയന്മാരെ പഠിപ്പിക്കണം. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളായിട്ടാണ് ഒരൊറ്റ ഒരാളാണ് പോയിട്ടൊരു വീട് രക്ഷിക്കുന്നത്, ഇല്ലേ? അങ്ങനെ ഇന്ന് അങ്ങനല്ല. ഇന്ന് 2 പേരെ ഉള്ളെങ്കിലും 2 പേരെ വിടുക. ഈ പണ്ടൊക്കെ നമ്മൾ പറയാറില്ല, ഒരു ചേട്ടനുണ്ട്, ജോസൂട്ടി എന്തായാലും ഇറങ്ങുന്ന അറിയാം, 3 പെങ്ങന്മാരെ കെട്ടിച്ചയച്ചു, മറ്റേ ഡ്രൈവറാ, എന്നിട്ട് പോലും അവനിതെല്ലാം ചെയ്തെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷെ ഇപ്പൊ എങ്ങനെ? ഇപ്പൊ 2 പേരുണ്ടെങ്കിൽ 2 അപ്പനും അമ്മയ്ക്കും ജോലി ഉണ്ടാവും, എന്നാലും 2 പേരെ പുറത്തോട്ട് വിടും. നമ്മളൊന്നും വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് അന്നൊക്കെ, അല്ലേ, ഓരോരുത്തർ പുറത്ത്. ഇന്നൊക്കെ മാർഗം ഉണ്ടെങ്കിൽ എല്ലാവരും പുറത്തു പോയാൽ മതി നിങ്ങൾ തീരുമാനിച്ചേക്കുക. അതിന്റെ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് സത്യം ഞാൻ തുറന്നു പറയാം, എനിക്ക് ഇവിടെ നിൽക്കാൻ നല്ല താല്പര്യം. പിന്നെ ഒരിക്കലും പിള്ളേർ അവിടെ പോയി പഠിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ പോയി നല്ല യൂണിവേഴ്സിറ്റി പഠിച്ചോ, പക്ഷെ അവർ പഠിച്ചതിന്റെ ഗുണം കിട്ടേണ്ടത് നമ്മുടെ നാടിന്. അവരിവിടെ വന്ന് നല്ല ഉദ്യോഗം ചെയ്യണം. ആ ഇത് വെച്ചിട്ടല്ലേ? അതുപോലെ തന്നെ ഒരു പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള സിനിമകള് പ്രൊഡ്യൂസർ തന്നെ കാശ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ആളെ കയറ്റുന്നു എന്നുള്ള രീതിയിൽ ഒരു പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇങ്ങനെയുള്ള നിലവിൽ ഇങ്ങനെ സാധിക്കുമോ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെ കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് തന്നെ മുഴുവനും ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ പിന്നെ ആള് സിനിമ എടുക്കുന്നത് എന്തിനാന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇല്ല, ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല. ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു സിനിമ ഹിറ്റാക്കുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായതായിട്ട് കേട്ടിട്ടുണ്ടോ? പക്ഷെ ചില കാര്യങ്ങളുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്.
ഇപ്പോഴത്തെ ഒരു പണ്ടത്തെ ഞാൻ 95 സിനിമ എടുത്ത ആളാണ്. 95 മുതൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സിനിമയിൽ വന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ചിലർ ചെയ്യുന്നുണ്ട് ചില പ്രൊമോഷന്റെ ഭാഗമായിട്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് ഒരു കൺസെപ്റ്റ് കൊടുത്തിരുന്നു. അപ്പം നിങ്ങളൊക്കെ അത് കണ്ടതാണ്. അപ്പൊ അതിന്റെ പിന്നിൽ ഞങ്ങൾക്കൊരു സതുദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമ എല്ലാവരും കാണണം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രൊഡ്യൂസേഴ്സിലൂടെ ഞങ്ങൾ 3 പേര് ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അൻ, സജീവ്, ഞാൻ. ഞങ്ങൾ വലിയകാല സുഹൃത്തുക്കളാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഈ ചിത്രം എടുക്കുമ്പോൾ ഇതിന്റെ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം ഇതൊരിക്കലും ഒരു കൊമേഴ്സ്യലി ചിലപ്പോൾ ഇത് വയബിൾ ആകുമോ എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെ ആവില്ല. എന്നാലും ഒരു സതുദ്ദേശം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊടുത്തിട്ട് അതിൽ ഒരു കുറച്ച് കോംപ്ലിമെന്ററി ടിക്കറ്റ്സ് ഞങ്ങൾ ഓൾ കേരള ബേസിൽ ഞങ്ങൾ കൊടുത്തിരുന്നു. അപ്പൊ എല്ലാവരും ഈ സിനിമ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ ഒരു പരിധി വരെ ഇപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ടിക്കറ്റ് കൊടുത്തതിന്റെ പേരിൽ ഒരുപാട് പേര് സിനിമ കണ്ടു. ഞാൻ ആസ് എ പ്രൊഡ്യൂസർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്, എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. രക്ഷാധികാരി ബൈജുവും ഞാൻ അതിൽ പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പൊ അതിലും ഇതുപോലെ ഇത് കിട്ടിയെങ്കിലും അതിലും വലിയ ഒരു എനിക്കൊരു ഈ സിനിമയിലൂടെ എനിക്കൊരു സന്തോഷമുണ്ടായി. അതായത് ഞാനൊരു 3-4 തിയേറ്ററുകളിൽ ഈ സിനിമ ആളുകളോടൊപ്പം ഇരുന്ന് ഞാൻ കണ്ടു. പക്ഷെ ഈ സിനിമയ്ക്ക് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാ തിയേറ്ററുകളിലും സിനിമ കഴിയുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഒരു അനുഭവം ഉണ്ടായി. ഇപ്പൊ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഷോ നടത്തി. പൊളിറ്റിക്കൽ ഫിഗേഴ്സും അവിടുത്തെ പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു ഏരീസ് പ്ലക്സിൽ. ഇതേ അനുഭവമായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് കൈ തന്നു, വെൽ ഡൺ, നല്ലൊരു ജോബ് എന്നുള്ള രീതിയിൽ ആ ഒരു അപ്രീഷിയേഷൻ പണത്തെക്കാൾ വലിയാണ്. അതുപോലെ വരുന്ന കോൾസ് പുറത്തുനിന്നും എല്ലായിടത്തും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് കോൾസ് വരാറുണ്ട്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്.